ഹലോ, ഇന്ന് ഞാനൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് പെട്ടെന്ന് അരി അരച്ച് നേരത്തെ വെക്കുകയോ ഒന്നും വേണ്ട, പുളിക്കുകയോ ഒന്നും വേണ്ട, നമുക്ക് ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ്. നമുക്ക് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാം. ഞാനിവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്. നമ്മുടെ വീട്ടിൽ പുട്ടിനും ഇടിയപ്പത്തിനും എടുക്കുന്ന പൊടിയില്ലേ, അത് മതി. അത് ഞാൻ 1 കപ്പ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനോടൊപ്പം ഞാൻ ചേർക്കാൻ 2 പാളയംകോടൻ പഴമാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ മിക്സിയിലൊന്നും അടിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് മാവിലോട്ട് ഇട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഒരു തവി കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പൊടിച്ച ശർക്കരയാണ്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പൊടിച്ച ശർക്കര ഇല്ലെങ്കിൽ നമുക്ക് ശർക്കര പാനിയാക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഉണ്ണിയപ്പം. നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ ശർക്കരപ്പാനിയാണ് ഉണ്ടാക്കി ഒഴിക്കുന്നതെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ച്, വെള്ളം കൂടിപ്പോയാൽ അത് നല്ല റെഡിയായിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമുക്കതൊന്ന് കലക്കിയെടുക്കാനായിട്ട്. വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് അതിൽ ആവശ്യമായിട്ട് വേണ്ടി വരും. ഇനി അതിലേക്ക് ഞാൻ അതല്ലേ ചേർക്കുന്നത്. നമ്മൾ നേരത്തെ വറുക്കാതെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ടല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. നെയ്യിൽ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെയ്യിൽ വറുത്തിടുന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി കുറച്ച് വെള്ളം കൂടിയുണ്ട്. ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് എനിക്ക് അതിനാവശ്യമായിട്ട് വന്നത്. ഇനി എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായിട്ട് ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഒരു സ്പൂൺ വെച്ച് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കണം. അതിൽ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, എന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. ഇനി അതിലേക്ക് 1 സ്പൂൺ നെയ്യാണ്. നമുക്ക് ടേസ്റ്റിനായിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നെയ്യിൽ വറുത്താണ് തേങ്ങ ഇടുന്നെങ്കിൽ ആ നെയ്യ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ അതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് 1 സ്പൂൺ നെയ്യ് ചേർത്തിരിക്കുന്നത്. ഇത് പുളിക്കാനും ഒന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മാവ് റെഡിയായി കണ്ടോ. ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട്. ഒരുപാട് വെള്ളമാകരുത്, എന്നാൽ കുറച്ച് കട്ടിയാകാതെ വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രം നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്കൊരു ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഏത് ഓയിലാണോ, വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ട് ചൂടായതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. കുറേശ്ശെ മാവ് നമുക്ക് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് വേണം അത് റെഡിയാക്കി എടുക്കാനായിട്ട്. ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. പഴം ചേർത്തത് കൊണ്ട് നമ്മളിങ്ങനെ മാവിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അത് ഒട്ടിപ്പിടിക്കാത്തത്. നമ്മൾ മിക്സിയിൽ അടിച്ച് ഒഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും മാവിലോട്ട് വേണം പഴം ഒന്ന് കുഴച്ച് ചേർക്കാനായിട്ട്. നമ്മൾ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ആക്കിയെടുക്കാം നമുക്ക്.
എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരുടെ വീട്ടിൽ അരിപ്പൊടിയും ശർക്കരയൊക്കെ കാണുമല്ലോ, അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന ഒപ്പം തന്നെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറന്നു പോകരുത്. നമുക്കതിൽ നിന്ന് ഓരോന്നായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര പെട്ടെന്നാണ് ഇത് ഉണ്ടാക്കിയെടുത്തതെന്ന്. നേരത്തെ അരച്ച് വയ്ക്കുകയൊന്നും വേണ്ട, നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായല്ലോ. നല്ല സോഫ്റ്റാണ് ഈ ഉണ്ണിയപ്പം.